റിസോൾവിംഗ് പവർ ഓഫ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അതാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മൾ ടെലസ്കോപ്പും മൈക്രോസ്കോപ്പിൻ്റെയും റിസോൾവിംഗ് പവറിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രിസത്തിൻ്റെ റിസോൾവിംഗ് പവറാണ്. അപ്പോൾ പ്രിസത്തിനെ സംബന്ധിച്ചിടത്തോളം റിസോൾവിംഗ് പവറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ടു ഫോം സെപ്പറേറ്റ് സ്പെക്ട്രൽ ഇമേജസ് ഓഫ് ടു വെരി ക്ലോസ് വേവ് ലെങ്ത്സ് ലാംഡ ആൻഡ് ലാംഡ പ്ലസ് ഡി ലാംഡ ഇൻ ദ വേവ് ലെങ്ത് റീജിയൻ ലാംഡ. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? സാധാരണ ഒരു പ്രിസം വരുന്ന കോമ്പോസിറ്റ് ലൈറ്റിനെ വേവ് ലെങ്ത്തുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ എത്ര അടുത്തുള്ള വേവ് ലെങ്ത്തുകൾ വരെ എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് റിസോൾവിംഗ് പവർ, പ്രിസത്തിൻ്റെ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ലാംഡയും അതിനടുത്തുള്ളൊരു വേവ് ലെങ്ത് ലാംഡ പ്ലസ് ഡി ലാംഡേനെയും ജസ്റ്റ് റിസോൾവ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ ലാംഡ ബൈ ഡി ലാംഡയാണ് എന്ത്? പ്രിസത്തിൻ്റെ റിസോൾവിംഗ് പവർ. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രിസം കൺസിഡർ ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രിസത്തിന് ഈ ഭാഗം ഇത് അങ്ങോട്ട് ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ ആയിരിക്കും. നിങ്ങൾ പ്രിസം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇപ്പുറത്തോട്ട് അതിൻ്റെ ആ വശം, ഈ എ സി എന്ന് പറയുന്ന വശം നമ്മൾ അപ്പുറത്ത് നിന്നാണ് നോക്കുന്നതെങ്കിൽ അതൊരു റെക്റ്റാങ്കുലർ സെക്ഷൻ ആയിരിക്കും. അപ്പോൾ അവിടേക്ക് ലൈറ്റ് വന്ന് വീഴുകയാണ്. അപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്. ആ സോഴ്സ് ഓഫ് ലൈറ്റിനെ പാരലലാക്കാൻ വേണ്ടിയിട്ട്, കൊളിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് L1 എന്ന ലെൻസ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഈ റെക്റ്റാങ്കുലർ സെക്ഷനിലേക്ക്, പ്രിസത്തിൻ്റെ ഈ റെക്റ്റാങ്കുലർ സെക്ഷനിലേക്ക് ഈ പാരലൽ റേസ് വന്ന് വീഴുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രിസം എന്ത് ചെയ്യും? ഡിസ്പേഴ്സ് ചെയ്യിക്കും, വേവ് ലെങ്ത്തിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്ത് ലാംഡ പോകുന്നതെങ്കിൽ ഡീവിയേറ്റ് ചെയ്യുമല്ലോ നമ്മൾ. അതാണ് പ്രിസത്തിൻ്റെ പ്രത്യേകത. ഈ ലൈൻ എന്ന് പറയുന്നത് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിരിക്കുന്നതാണ്. ആക്ച്വലി അങ്ങനെ ആയിരിക്കില്ല. റേ എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും അല്ലേ? ഒരു മെറ്റീരിയൽ മീഡിയം വഴി പാസ് ചെയ്യുമ്പോൾ ലൈറ്റിന് എന്ത് സംഭവിക്കുന്നു? റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് പല വേവ് ലെങ്ത്തുകളും പല രീതിയിൽ റിഫ്രാക്റ്റ് ചെയ്യുന്ന, പല ആംഗിളിൽ റിഫ്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഡിസ്പേർഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നമ്മളെ സാധാരണ അൺഡീവിയേറ്റഡ് ആയിട്ടൊരു റേ പോയാലുള്ള ഡയറക്ഷനാണ്. അപ്പോൾ ആ ഡയറക്ഷനിൽ ആരും ഇല്ല ഇപ്പം. പിന്നെ ഏത് ഡയറക്ഷനിൽ വരും? താണ്ടെ ഈ ഡയറക്ഷനിൽ ഒരു വേവിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഈ വേവ്, ദിസ് വേവ് കറസ്പോണ്ട്സ് ടു വേവ് ലെങ്ത് ലാംഡ പ്ലസ് ഡി ലാംഡ. ഇനി ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ലാംഡ വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഡി ഡെൽറ്റയാണ് ഈ ലാംഡ പ്ലസ് ഡി ലാംഡയും തമ്മിലുള്ള ആംഗുലാർ സെപ്പറേഷൻ. ഈ പ്രിസം സെറ്റ് ചെയ്തിരിക്കുന്നത് മിനിമം ഡീവിയേഷൻ പൊസിഷനിലാണ്. അതായത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചേഞ്ച് ചെയ്താൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ചേഞ്ച് ചെയ്യും അല്ലേ? അപ്പോൾ ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനാണ് എത്രത്തോളം റേ ഡീവിയേറ്റഡ് ആണ് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ പ്രിസത്തിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ റേസിന് വരാകുന്ന മിനിമം ഡീവിയേഷൻ വരുന്ന രീതിയിലാണ്. അതായത് ഏതോ ഒരു പർട്ടിക്കുലറായി അത് വരുമ്പോഴാണ് ഡീവിയേഷൻ മിനിമം ആകുന്നത്. ആ രീതിയിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ പ്രിസത്തിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ ലാബിൽ സ്പെക്ട്രോമീറ്റർ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പം കൃത്യമായിട്ട് നിങ്ങളവിടെ മിനിമം ഡീവിയേഷൻ പൊസിഷൻ സെറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, മിനിമം ഡീവിയേഷൻ പൊസിഷൻ എന്ന് വെച്ചാൽ ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യുന്നത് എത്രയായിരിക്കണം? മിനിമം ആയിരിക്കണം. മിനിമം ആംഗിളിൽ ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ വരണമെങ്കിൽ ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വെക്കണം, ലൈറ്റ് ഏത് ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യണം, ആ രീതിയിൽ പ്രിസത്തിനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് മിനിമം ഡീവിയേഷൻ പൊസിഷൻ. ഇനി അപ്പോൾ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ മാക്സിമം I1ലും കിട്ടുന്നു. ലാംഡ പ്ലസ് ഡി ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം I2ലും കിട്ടുന്നു. അപ്പോൾ നമ്മുടെ റാലെ ക്രൈറ്റീരിയൻ പറയുന്നത് ദീസ് ടു വേവ് ലെങ്ത്സ് ആർ ജസ്റ്റ് റിസോൾവ്ഡ് ഇഫ് ദ മാക്സിമം ഓഫ് ലാംഡ ഫോൾസ് ഓൺ ദ മിനിമം ഓഫ് ലാംഡ പ്ലസ് ഡി ലാംഡ അല്ലേ? അങ്ങനെ വന്നാലാണിത് ജസ്റ്റ് റിസോൾവ്ഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ അറിയാം. ഇത് ടെലസ്കോപ്പിന് നമ്മൾ വരച്ച അതേ ഫിഗർ പോലെയാണ് വന്നിരിക്കുന്നത്.
ഇവിടെ ടെലസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസ് വരും. അപ്പോൾ എന്താണ്, 2 സെറ്റ് ഓഫ് പാരലൽ ലൈൻസ്, അത് തമ്മിലുള്ള ആംഗുലാർ സെപ്പറേഷൻ ഇവിടെ ഡെൽറ്റയാണ്, അവിടെ ടെലസ്കോപ്പിൻ്റെ കേസിൽ തീറ്റയാണ്. അപ്പോൾ അതിങ്ങനെ ആയിരിക്കും. ടെലസ്കോപ്പിൻ്റെ ഫിഗർ ജസ്റ്റ് ഒന്ന് വരച്ചാൽ ഇങ്ങനെയാണ്. ഇങ്ങനെ 2 സെറ്റ് അല്ലേ, ഇങ്ങനെ 2 സെറ്റ് പാരലൽ റേസ് വരുന്നു. പിന്നെ അത് ഇവിടെ എന്ത് ചെയ്യുന്നു, ഡീവിയേറ്റ് ചെയ്ത് അത് ഓരോന്നും ഓരോ പോയിന്റിലേക്ക് ഫോക്കസ്ഡ് ആകുന്നു. അപ്പോൾ ഇത് നോക്കണ്ട. അപ്പോൾ അതേ രീതിയിലാണ് ഈ ഫിഗർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെയുള്ള അതേ ഫോർമുല തന്നെ ഇവിടേക്ക് എടുക്കാം. പക്ഷെ അവിടെയുള്ള അതും ഇവിടെ ഈ കേസും തമ്മിൽ ഒരു ഡിഫറൻസ് ഉള്ളത്, നമ്മൾ ടെലസ്കോപ്പിൻ്റെ കേസിൽ നമ്മൾ എടുത്ത ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ കംപ്ലീറ്റ് ഏരിയയിലും ലൈറ്റ് വന്ന് വീഴുന്നുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ഏരിയയിലും ലൈറ്റ് വീഴുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡയമീറ്റർ എ, ഈ ലെൻസിൻ്റെ ഡയമീറ്റർ എനെയാണ് നമ്മൾ കണ്ടീഷൻ എഴുതിയപ്പം എ ഡി തീറ്റ ഈക്വൽ ടു ലാംഡയാണ് നമ്മൾ എന്തിൻ്റെ കണ്ടീഷൻ എഴുതിയത്, ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രിൻസിപ്പൽ മാക്സിമത്തിൽ മറ്റേ ഒബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മിനിമം അല്ലേ, ഇമേജിൻ്റെ ഫസ്റ്റ് മിനിമം വീഴാനുള്ള കണ്ടീഷനായിട്ട് എഴുതിയത് എ ഡി തീറ്റ ഈക്വൽ ടു ലാംഡയാണ്. ഈ കേസിൽ വന്നിട്ട് ഈ ലെൻസിൻ്റെ കംപ്ലീറ്റ് ഏരിയയും ലൈറ്റ് വന്ന് വീഴുന്നില്ല. ഏത്, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിസത്തിൻ്റെ കേസിൽ കംപ്ലീറ്റ് ഏരിയയിലും ലൈറ്റ് വന്ന് വീഴുന്നില്ല. നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം. ലൈറ്റ് വീഴുന്ന സെക്ഷൻ, അതായത് ഒരു സെറ്റ് പാരലൽ റേസിനെയാണ് നമ്മൾ നോക്കേണ്ടുന്നത്. ഒരു സെറ്റ് പാരലൽ റേസിന് അവൈലബിൾ ആയിട്ടുള്ള റീജിയൻ എത്രയേ ഉള്ളൂ, ഈ ലെങ്ത് മാത്രമേ അവൈലബിൾ ഉള്ളൂ, ഈ എ എന്ന ലെങ്ത്ത്. ഓക്കെ, അത് ഇവിടെ നിന്നാണ് ഈ വരുന്നത്. ഈ ലെങ്ത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ജോമെട്രിക്കലി അതെങ്ങനെ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു ഇതൊരു, ഈ വശം, ഈ എ സി എന്ന വശം ഒരു റെക്റ്റാങ്കുലർ സെക്ഷനാണ്, അതിൻ്റെ വിഡ്ത്ത് എ ആണ്. അപ്പോൾ ആ എ ലെങ്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലൈറ്റിന് ഇൻസിഡൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ റെക്റ്റാങ്കുലർ സെക്ഷൻ എന്ത് ചെയ്യുന്നു, ലൈറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടെലസ്കോപ്പിൻ്റെ കേസിൽ ഡയമീറ്റർ എ പറഞ്ഞെടുത്ത് ഇവിടെ എന്തേ വരാൻ പറ്റുള്ളൂ, ഈ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ വിഡ്ത്തേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ അതേപോലെ തന്നെ എഴുതാം എ, പക്ഷേ ഇവിടെ ലെൻസിൻ്റെ ഡയമീറ്റർ അല്ല, അത് ഓർക്കണം. ഇത് ഇവിടെ പറയുന്ന എ ലെൻസിൻ്റെ ഡയമീറ്റർ അല്ല, നമ്മൾ പറഞ്ഞ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ വിഡ്ത്താണ്. അപ്പോൾ എ ഇൻറ്റു അവിടെ ആംഗുലാർ സെപ്പറേഷൻ ഡി തീറ്റ ആയിരുന്നു, ഇവിടെ ഡി ഡെൽറ്റ ആണ്. അപ്പോൾ എ ഡി ഡെൽറ്റ ഈക്വൽ ടു ലാംഡ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് ടെലസ്കോപ്പിൻ്റെ ഫിഗറുമായിട്ട് നോക്കുക, ഇത് രണ്ടും ഒരേപോലെയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ജസ്റ്റ് ഒരൊറ്റ വ്യത്യാസം, ടെലസ്കോപ്പിൻ്റെ കേസിൽ കംപ്ലീറ്റ് ഒബ്ജക്റ്റീവ് ലെൻസിലും ലൈറ്റ് വീഴുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ എടുക്കുന്നത് ആ ലെൻസിൻ്റെ ഡയമീറ്ററാണ്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് ലെൻസിലും ലൈറ്റ് വീഴുന്നില്ല. നമ്മൾ റെക്റ്റാങ്കുലർ സെക്ഷനുണ്ട്, ആ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ വിഡ്ത്താണ് എന്ത് തീരുമാനിക്കുന്നത്, എത്രത്തോളം ലൈറ്റ്, ആ പോർഷനിൽ മാത്രമേ ലൈറ്റ് വീഴുന്നുള്ളൂ. ഓക്കെ, അത് ഏതാ, ഈ എ സി എന്ന വശം നമ്മൾ ഈ വശത്തു നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ കാണുന്നത് ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ ഓഫ് വിഡ്ത്ത് എ ആയിരിക്കും. അപ്പോൾ അത്രയും സെക്ഷനിൽ മാത്രമേ എന്ത് ലൈറ്റ് വീഴുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ എ എന്നൊരു വിഡ്ത്ത് കൺസിഡർ ചെയ്തിട്ട് ഈ വിഡ്ത്ത് എത്രയായിട്ട് എടുക്കും, എ ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ എ ഡി ഡെൽറ്റ ഈക്വൽ ടു ലാംഡയാണ് റാലെ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കണ്ടീഷൻ. അപ്പോൾ റാലെ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എ ഡോട്ട് ഡി ഡെൽറ്റ എന്താകണം, ലാംഡ ആകണം. ഓക്കെ, അപ്പോൾ ഇതാണ് റാലെ ക്രൈറ്റീരിയൻ. അപ്പോൾ ഡി ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും, ലാംഡ ബൈ എ. ലാംഡ ഡീവിയേറ്റ് ചെയ്തിരിക്കുന്ന ആംഗിളാണ് ഡെൽറ്റ. അതായത് നമ്മൾ ഈ പ്രിസത്തിനെ മിനിമം ഡീവിയേഷൻ പൊസിഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം ഡീവിയേഷൻ ആംഗിളാണ് ആര്, ഡെൽറ്റ. ഓക്കെ, എന്തിനാണെന്ന് നമുക്ക് വഴിയാ മനസ്സിലാവും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുമ്പോൾ ഉള്ള ഫോർമുലയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെൽറ്റ ഓർക്കുക. ഇനി ഞാൻ ഈ ഫുൾ സെക്ഷൻ ഒന്ന് നോക്കുക. ഇത് കംപ്ലീറ്റ് എത്ര ആംഗിൾ ആയിരിക്കും, 180 അല്ലേ, ഇത് കംപ്ലീറ്റ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആൽഫ പ്ലസ് എ അല്ലേ, a/2 പ്ലസ് a/2 എ പ്ലസ് ആൽഫ പ്ലസ് ഡെൽറ്റ ഈക്വൽ ടു പൈ എന്ന് നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് എഴുതിയതാണ്. ആൽഫ പ്ലസ് a/2 പ്ലസ് a/2 ഇസ് എ, ആൽഫ പ്ലസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു പൈ എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആൽഫേനെ എങ്ങനെ എഴുതാം, ആൽഫ ക്യാൻ ബി റിട്ടേൺ ആസ്
ഇവിടെ 2 ആൽഫ ഉണ്ട്, അപ്പോൾ 2 ആൽഫ വരും. അപ്പോൾ 2 ആൽഫ ഇസ് ഈക്വൽ ടു പൈ മൈനസ് എ മൈനസ് ഡെൽറ്റ. ഓക്കെ, അങ്ങനെയെങ്കിൽ ആൽഫനെ എങ്ങനെ എഴുതാം? ആൽഫ ഇസ് ഈക്വൽ ടു പൈ ബൈ 2 മൈനസ് എ പ്ലസ് മൈനസ് കോമൺ എടുത്തു, അപ്പോൾ എ പ്ലസ് ഡെൽറ്റ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇനി സൈൻ ആൽഫ ഞാൻ എഴുതുകയാണെങ്കിൽ സൈൻ ആൽഫ എന്ന് പറയുന്നത് സൈൻ പൈ ബൈ 2 മൈനസ് എ പ്ലസ് ഡെൽറ്റ ബൈ 2 അല്ലേ. സൈൻ 90 പ്ലസ് തീറ്റ ഈസ് കോസ് തീറ്റ, അപ്പോൾ എനിക്കതിനെ കോസ് എ പ്ലസ് ഡെൽറ്റ ബൈ 2 എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് സൈൻ ആൽഫ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. സൈൻ ആൽഫ എന്ന് പറയുന്നത് എന്ത് കിട്ടും? എ ബൈ എൽ കിട്ടും അല്ലേ. ഇത് 90 ഡിഗ്രി ആണ്, അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡ് എൽ ആണ്, ഹൈപ്പോട്ടിന്യൂസ്, ഈ ലെങ്ത് എൽ ആണ്. ഓക്കെ, എ ബൈ എൽ എന്ന് നമുക്ക് കിട്ടും. ഇനി സൈൻ എ ബൈ 2 ഒന്ന് എഴുതി നോക്കാം. സൈൻ എ ബൈ 2, ഈ ട്രയാങ്കിൾ എടുക്കുക, അതും 90 റൈറ്റ് ആംഗിൾ ആണ്. സൈൻ എ ബൈ 2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? സി ഇ ബൈ എൽ അല്ലേ. സി ഇ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് ലെങ്ത്ത് ടി ആണ്, അപ്പോൾ ഈ ലെങ്ത്ത് ടി ബൈ 2 ആണ്. അപ്പോൾ സൈൻ എ ബൈ 2 ഇസ് ഈക്വൽ ടു ടി ബൈ 2 ഡിവൈഡഡ് ബൈ എൽ എന്ന് കിട്ടും. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഫോർമുല മ്യൂ ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് പ്രിസം പ്ലസ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഫോർമുല. അപ്പോൾ നമ്മളിവിടെ പ്രിസം സെറ്റ് ചെയ്തിരിക്കുന്നത് മിനിമം ഡീവിയേഷൻ പൊസിഷനിലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ ഓഫ് ഇത് നമുക്ക് കറക്റ്റായിട്ട് എന്ത് തന്നെ, നമ്മളിവിടെ ലാംഡയ്ക്കാണ് എഴുതുന്നതെങ്കിൽ ഡെൽറ്റ ആണ് നമ്മുടെ ഡീവിയേഷൻ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? മ്യൂ ഇസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. അങ്ങനെ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ സൈൻ എ ബൈ 2 ഇവിടെ ഉണ്ട്. സൈൻ എ പ്ലസ് ഇതിൽ നിന്ന് നമുക്ക് എഴുതാം, ഇക്വേഷനാണ് മ്യൂ ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡെൽറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. അതിൽ നിന്നും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. സൈൻ എ പ്ലസ് ഡെൽറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു മ്യൂ സൈൻ എ ബൈ 2. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലാംഡയ്ക്കാണ് എഴുതുന്നത്, കാരണം ഡെൽറ്റ എന്ന് പറയുന്നത് ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണ്. അതുപോലെ മ്യൂവും നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഓരോ വേവ് ലെങ്ത്തിനും ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ലാംഡയ്ക്കാണ് നമ്മൾ ഈ മ്യൂ എന്ന് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഇക്വേഷനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഈ ഇക്വേഷനെ ഒന്ന് വിത്ത് റെസ്പെക്റ്റ് ടു ലാംഡ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇവിടെ ഈ ഇക്വേഷനിൽ ഡെൽറ്റ ആണ് ആരുടെ ഫംഗ്ഷൻ? ലാംഡയുടെ ഫംഗ്ഷൻ. അപ്പോൾ ഡെൽറ്റേനെയാണ് വിത്ത് റെസ്പെക്റ്റ് ടു ലാംഡ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം ആദ്യം വിത്ത് റെസ്പെക്റ്റ് ടു ഡെൽറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പം ഹാഫ് കോസ് എ പ്ലസ് ഡെൽറ്റ ബൈ 2, കാരണം 1/2 കിടക്കുന്നതാണ് ഇവിടേക്ക് വന്നത്, കാരണം ഡി ഡെൽറ്റയിൽ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ഡി ഡെൽറ്റ കിട്ടും, ഡിവൈഡഡ് ബൈ ഡി ലാംഡ ഈക്വൽ ടു ഈ RHSൽ ആരാ ഫംഗ്ഷൻ? മ്യൂ ആണ് ലാംഡയുടെ ഫംഗ്ഷൻ. അപ്പോൾ ഡി മ്യൂ ബൈ ഡി ലാംഡ സൈൻ എ ബൈ 2, ഇത് ഇത്രയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഏതാണോ ലാംഡയുടെ ഫംഗ്ഷൻ അത് വിത്ത് റെസ്പെക്റ്റ് ടു ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം ഈ ഫസ്റ്റ് LHSനകത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ആണ്. അപ്പം വിത്ത് റെസ്പെക്റ്റ് ടു ഡെൽറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? ഡെൽറ്റയുടെ കൂടെ വരുന്ന ഹാഫ് പിന്നെ സൈനിൻ്റെത് കോസ് ആവും. ഹാഫ് കോസ് എ പ്ലസ് ഡെൽറ്റ ബൈ 2 ഡി ഡെൽറ്റ. പിന്നെ നമ്മൾ ആക്ച്വലി ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ഡി ലാംഡ ആയതുകൊണ്ട് ഡി ഡെൽറ്റ ബൈ ഡി ലാംഡ എന്ന് വരും, ഈക്വൽ ടു മ്യൂവിനെ വിത്ത് റെസ്പെക്റ്റ് ടു ലാംഡ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി മ്യൂ ബൈ ഡി ലാംഡ സൈൻ എ ബൈ 2. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഇക്വേഷൻ കിടക്കുന്നത്. ഇനി നമ്മൾ ഇതിന് മുമ്പ് തന്നെ കോസ് എ പ്ലസ് ഡെൽറ്റ ബൈ 2നെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ എടുത്തത്? ഇങ്ങനെ ഒരു പൈ ആംഗിളൊക്കെ എടുത്തിട്ട് ആൽഫ പൈ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് എ പ്ലസ് ആൽഫ പ്ലസ്
ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതി അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എടുത്തു ആൽഫ എന്താണെന്ന് എഴുതി, പിന്നെ സൈൻ എന്താണെന്ന് എഴുതി. സൈൻ π/2 മൈനസ് a+Δ/2 നമ്മൾ cos a+Δ/2 എന്ന് എഴുതി. അപ്പോൾ അതിൻ്റെ LHS എന്താ കിട്ടി, ഈക്വൽ ടു സൈൻ ആൽഫ എന്നാണ്. ആൽഫ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്, എന്നിട്ടാണ് സൈൻ ആൽഫ ഈക്വൽ ടു എന്ന രീതിയിൽ എഴുതിയത്. അപ്പോൾ സൈൻ ആൽഫ നമുക്ക് അവിടെ എന്തെന്ന് കിടപ്പുണ്ട്, cos a+Δ/2 എന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ cos a+Δ/2 വന്നിരിക്കുന്നിടത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കണം, സൈൻ ആൽഫ. ഇനി അടുത്ത ഇത് ചെയ്തിട്ട് നമ്മൾ അടുത്ത ചെയ്തത് സൈൻ ആൽഫ എന്താണെന്ന് എഴുതുന്നതായിരുന്നു അല്ലേ. സൈൻ ആൽഫ നമുക്ക് a/l എന്ന് അവിടെ കിട്ടിയിട്ടുണ്ട്. 2 ട്രയാങ്കിളൊക്കെ എടുത്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ് സൈൻ ആൽഫ a/l എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും, ഹാഫ് a/l d∆/d∝ ഈക്വൽ ടു d∼/d∝. ഇനി സൈൻ a/2 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെടുക്കുക, t/2 അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എന്തിനാണ് ചെയ്യുന്നതെന്ന് പറയാതെയാണ് 3 കാര്യങ്ങൾ പറഞ്ഞത് അല്ലേ. ഏതൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ? ഇവിടെ 3 കാര്യം നമ്മൾ ആദ്യം ജസ്റ്റ് പറഞ്ഞു വെച്ചു. അത് ഇങ്ങോട്ട് വരുമ്പോഴേ നമുക്ക് എന്തിനാണ് അവിടെ ചെയ്തതെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പം മനസ്സിലായി കാണും. നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ഇത് ടോട്ടൽ പൈ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൽഫ പ്ലസ് എ പ്ലസ് ആൽഫ പ്ലസ് ഡെൽറ്റ എടുത്തു. എന്നിട്ട് ആൽഫ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി, സൈൻ ആൽഫ ഈക്വൽ ടു എന്ന് എഴുതി അല്ലേ. അത് നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ഇവിടെ കണ്ടുപിടിച്ചത്, മറ്റൊരു കാര്യം ഒരു ബന്ധവുമില്ലാതെ ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. അടുത്ത് നമ്മൾ ചെയ്തത് സൈൻ ആൽഫയുടെ വാല്യൂ ഇവിടെ നിന്ന് എടുത്തു. പിന്നെ സൈൻ a/2ൻ്റെ വാല്യൂ നമ്മൾ എടുത്തു വെച്ചു. അപ്പോൾ ഇപ്പോൾ ഈ 3 കാര്യവും നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് എവിടുന്നാണ്, ഈ സ്റ്റെപ്പ് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റെപ്പ്. അപ്പോൾ ഇത് ഓർക്കണം. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അതിനകത്ത് സൈൻ cos a+Δ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ cos a+Δ/2 കിടപ്പുണ്ട്, സൈൻ a/2 കിടപ്പുണ്ട്. അപ്പോൾ cos a+Δ/2 നമുക്ക് സൈൻ ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ നമ്മൾ സൈൻ ആൽഫയുടെയും വാല്യൂ കൊടുത്തു, സൈൻ a/2ൻ്റെയും വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ഏത് ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നതാണ്ടേ ഈ രീതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ, half a/l into d∆/d∝ is equal to d∼/d∝ into t/2l. ജസ്റ്റ് എല്ലാ ഒരുപോലെ കിടക്കുന്ന സാധനമൊക്കെ നമുക്ക് കളയാം. 2l രണ്ടിടത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, a d∆/d∝ is equal to t d∼/d∝. ഇനി നമ്മൾ d∆ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. എവിടെ നിന്ന് കിട്ടി, a d∆ ഈക്വൽ ടു ലാംഡയാണ്. അപ്പോൾ d∆ ഈക്വൽ ടു λ/a നമ്മൾ റാലെ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്താണ്, d∆ എന്ന് പറയുന്നതിന് എന്ത് കൊടുക്കാം, λ/a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും, a λ/a d∝ ഈക്വൽ ടു t d∼/d∝. ഓക്കെ, അപ്പോൾ നോക്കുക എന്തൊക്കെ മാറും, a ക്യാൻസലായി പോകും. അപ്പം λ/d∝ അതാണ് നമ്മുടെ റിസോൾവിങ് പവർ. അതെന്തെന്ന് കിട്ടും, t × d∼/d∝ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിസോൾവിങ് പവർ, t × d∼/d∝. t എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രിസത്തിൻ്റെ ഈ ബേസിൻ്റെ തിക്നെസ്സാണ്. മ്യൂ എന്ന് പറയുന്നത് ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റിസോൾവിങ് പവറിൻ്റെ എക്സ്പ്രഷൻ. റിസോൾവിങ് പവർ ഓഫ് പ്രിസം ഈസ് t d∼/d∝. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, റിസോൾവിങ് പവർ ഓഫ് എ പ്രിസം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ ബേസ് ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു ദ വേവ് ലെങ്ത് ഫോർ ദാറ്റ് പർട്ടിക്കുലർ മെറ്റീരിയൽ. ഓക്കെ, ലാംഡയ്ക്ക് അനുസരിച്ചിട്ട് മ്യൂ എങ്ങനെ മാറുന്നു, അതാണ് d∼/d∝. അതിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റിസോൾവിങ് പവർ ഓഫ് ദ പ്രിസം. അടുത്ത നമുക്കുള്ളത് റിസോൾവിങ് പവർ ഓഫ് ഗ്രേറ്റിംഗ്. അപ്പോൾ ഇവിടെയും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, 2 വെരി ക്ലോസ് സ്പെക്ട്രൽ ലൈൻസിനെ സെപ്പറേറ്റ് ആക്കാനുള്ള എബിലിറ്റിയാണ് എന്ത്, റിസോൾവിങ് പവർ. ലാംഡയും λ+d∝ ആണ് ജസ്റ്റ് റിസോൾവ് ആയിട്ടുള്ള 2 വേവ് ലെങ്ത്തുകളെങ്കിൽ λ/d∝ ആണ് എന്ത്, റിസോൾവിങ് പവർ. ഇതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക്
n ഇൻറ്റു n ആണെന്ന് കാണിക്കാനായിട്ട് പറ്റും. ഒരു പ്ലെയിൻ ഡൈഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിലേക്ക് നമ്മളൊരു സിംഗിൾ വേവ് ലെങ്ത് ലൈറ്റ്, അതായത് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേൺ ഇങ്ങനെ ആയിരിക്കും. അതായത് ഇതിന് നേരെയുള്ള പോയിന്റിൽ, ഈ സെൻറ്ററിന് നേരെയുള്ള പോയിന്റിൽ നമുക്ക് സെൻട്രൽ മാക്സിമം കിട്ടും അല്ലേ. പിന്നെ അതിന് രണ്ട് വശത്തായിട്ടും ചെറിയ ചെറിയ മിനിമംസും സെക്കൻഡറി മാക്സിമ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ്, ഈ ചെറിയ മാക്സിമത്തിനെയാണ് സെക്കൻഡറി മാക്സിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയിൽ കറസ്പോണ്ടിങ് മിനിമം ഉണ്ട്. പിന്നെ പ്രിൻസിപ്പൽ മാക്സിമം, ഇതിപ്പോൾ ഫസ്റ്റ് ഈ സെൻട്രൽ മാക്സിമത്തിന് തൊട്ടടുത്തുള്ളത് ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമം ആയിരിക്കും. ഇത് ഇപ്പുറത്തെ വശത്തുള്ള ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമം. ഇതേപോലെ തന്നെ ഇവിടെ പിന്നെ സെക്കൻഡ് പ്രിൻസിപ്പൽ മാക്സിമം വരും, ഇപ്പുറത്തെ വശത്ത് അതുപോലെ സെക്കൻഡ് പ്രിൻസിപ്പൽ മാക്സിമം. അപ്പോൾ ഈ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകും. അപ്പോൾ സെൻട്രൽ മാക്സിമം ഉണ്ട്, അതിൻ്റെ രണ്ട് വശത്തായിട്ടും കുറേയേറെ പ്രിൻസിപ്പൽ മാക്സിമം 1, 2, 3, 4, 5 അങ്ങനെ പ്രിൻസിപ്പൽ മാക്സിമം ഉണ്ട്. ഇതിനിടയിൽ എന്തുണ്ട്, സെക്കൻഡറി മാക്സിമ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഈ കാണിക്കുന്നതാണ് സെക്കൻഡറി മാക്സിമ. അപ്പോൾ അതിനിടയിൽ എന്തുണ്ട്, മിനിമവും ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു സിംഗിൾ വേവ് ലെങ്ത് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേൺ. ഇനി ഞാൻ ഒരു കോമ്പോസിറ്റ് ലൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലാംഡ പ്ലസ് ഡി ലാംഡ അങ്ങനെ രണ്ട് ക്ലോസ് ആയിട്ടുള്ള രണ്ട് വേവ് ലെങ്ത്തുകൾ ഉണ്ടെങ്കിൽ സെൻട്രൽ മാക്സിമം എങ്ങനെയായിരിക്കും, എക്സാക്ട്ലി രണ്ടിൻ്റെയും കോയിൻസൈഡ് ചെയ്യും അല്ലേ. കാരണം നമ്മളൊരു കോമ്പോസൈറ്റ് ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ വേവ് ലെങ്ത്തുകളും ഈ പി എന്ന പോയിന്റിൽ കൺസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്യും. അപ്പോൾ എല്ലാത്തിനും സെൻട്രൽ മാക്സിമം ഈ പോയിന്റിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ റാലെ ക്രൈറ്റീരിയൻ ഈ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമത്തിൽ മറ്റേതിൻ്റെ മിനിമം വരണം, അടുത്തതിൻ്റെ മിനിമം വരണം എന്ന കണ്ടീഷൻ ഇവിടെ നമുക്ക് പറ്റില്ല. ഓക്കെ, കാരണം എല്ലാ വേവ് ലെങ്ത്തുകളും ഇവിടെ എന്തുണ്ടാക്കുന്നു, മാക്സിമം ഉണ്ടാക്കുന്നു. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു nth പ്രിൻസിപ്പൽ മാക്സിമത്തിലെ കാര്യമാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ രണ്ട് പോയിന്റ് P1 P2 എന്ന രണ്ട് പോയിന്റ് കാണിച്ചിരിക്കുന്നു. P1 എന്ന് പറയുന്നത് ലാംഡ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ മാക്സിമം, nth പ്രിൻസിപ്പൽ മാക്സിമം. ഓക്കെ, P2 എന്ന് പറയുന്നത് ലാംഡ പ്ലസ് ഡി ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള nth പ്രിൻസിപ്പൽ മാക്സിമം. അപ്പോൾ ഇവിടെ ഈ സെക്ഷനിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ റാലെ ക്രൈറ്റീരിയൻ പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പ്രിസം പറയുമ്പോൾ നമുക്ക് സെൻട്രൽ മാക്സിമത്തിൽ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സെൻട്രൽ മാക്സിമത്തിൽ എല്ലാ വേവ് ലെങ്ത്തുകളും എന്ത് ചെയ്യുന്നു, ഒരേപോലെ കൺസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്ത് മാക്സിമം തരുന്നു. പിന്നെ നമ്മൾ എവിടെയാണ് പറയുന്നത്, ഒരു nth പ്രിൻസിപ്പൽ മാക്സിമത്തിലാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള nth പ്രിൻസിപ്പൽ മാക്സിമത്തിൽ ലാംഡ ടു അല്ല, ലാംഡ പ്ലസ് ഡി ലാംഡയുടെ മിനിമം വരണം. നമ്മൾ രണ്ട് വേവ് ലെങ്ത് ലാംഡയും ലാംഡ പ്ലസ് ഡി ലാംഡയാണ് പറഞ്ഞത്. അപ്പോൾ അതിന് പകരം ഞാൻ ഒരു വേവ് ലെങ്ത്തിനെ ലാംഡ 1 എന്ന് വിളിക്കുന്നു. അത് ലാംഡ എന്ന് വിളിച്ചതിനെ ലാംഡ 1 ലാംഡ പ്ലസ് ഡി ലാംഡ എന്ന് വിളിച്ചതിനെ ലാംഡ 2 എന്നും വിളിക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം, P1 കൺസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നത് ലാംഡ 1ഉം P2 ആരാണ്, ലാംഡ 2 ആണ് നമുക്ക് nth പ്രിൻസിപ്പൽ മാക്സിമത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി ഗ്രേറ്റിങ്ങിൻ്റെ ഇക്വേഷൻ എന്താണ്, മാക്സിമത്തിൻ്റെ കണ്ടീഷനാണ് ഗ്രേറ്റിംഗ് ഇക്വേഷൻ തരുന്നത്. a പ്ലസ് ബി സൈൻ തീറ്റ ഈക്വൽ ടു n ലാംഡ. nth പ്രിൻസിപ്പൽ മാക്സിമത്തിൻ്റെ ഇക്വേഷനാണ് a പ്ലസ് ബി സൈൻ തീറ്റ ഈക്വൽ ടു n ലാംഡ. a പ്ലസ് ബി എന്ന് പറയുന്നത് ഗ്രേറ്റിംഗ് എലമെൻ്റ് ആണ്. നിങ്ങൾ പ്ലെയിൻ ഡൈഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് നോക്കിയാൽ മതി. അതിൽ a എന്ന് പറയുന്നത് സ്ലിറ്റ് വിഡ്ത്ത്, ബി എന്ന് പറയുന്നത് ഒപ്പീക്ക് പോർഷൻ്റെ വിഡ്ത്താണ്. അപ്പോൾ a പ്ലസ് ബി എന്ന് പറയുന്നതാണ് ഗ്രേറ്റിംഗ് എലമെൻറ്റ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് ലാംഡ കറസ്പോണ്ടിങ് വേവ് നമ്മൾ പറയില്ല, അത് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഈക്വൽ ടു n എന്ന് പറയുന്നത് ഏത് ഓർഡർ മാക്സിമം ആണെന്നുള്ളതാണ്, n ലാംഡ 1. ഓക്കെ, അതാണ് നമ്മൾ P1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതിയിരിക്കുകയാണ്. a പ്ലസ് ബി സൈൻ തീറ്റ ഈക്വൽ ടു n ലാംഡ 1. അതുപോലെ P2 കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ലാംഡ 2ൻ്റെ nth പ്രിൻസിപ്പൽ മാക്സിമത്തിൻ്റെ ഇക്വേഷൻ a പ്ലസ് ബി, ആംഗിൾ എങ്ങനെ മാറും, തീറ്റ പ്ലസ് ഡി തീറ്റ ആകും. ഓക്കെ, പിക്ചറിൽ നിന്ന് ക്ലിയർ ആണ്, തീറ്റ പ്ലസ് ഡി തീറ്റ ആണ് ലാംഡ 2ൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ. അപ്പം ഈക്വൽ ടു ലാംഡ 2n. ഓക്കെ, ഗ്രേറ്റിംഗ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ലാംഡ 1നും ലാംഡ 2ൻ്റെയും nth പ്രിൻസിപ്പൽ മാക്സിമം. അപ്പോൾ ലാംഡ 1നെ സംബന്ധിച്ചിടത്തോളം nth പ്രിൻസിപ്പൽ മാക്സിമം കിട്ടുന്ന തീറ്റ ആംഗിളും ലാംഡ 2നെ സംബന്ധിച്ചിടത്തോളം nth പ്രിൻസിപ്പൽ മാക്സിമം കിട്ടുന്ന തീറ്റ പ്ലസ് ഡി തീറ്റ ആംഗിളുമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇക്വേഷൻ എഴുതിയിരിക്കുന്നു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിനിമത്തിൻ്റെ കണ്ടീഷൻ.
നമ്മൾ n പാരലൽ സ്ലിറ്റ് ചെയ്തിട്ടുണ്ട് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഡൈഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിന് മുമ്പ്. നമ്മൾ ഒരു n സ്ലിറ്റ് വരുമ്പോഴുള്ള ഡൈഫ്രാക്ഷൻ പാറ്റേൺ, സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ പാറ്റേൺ, ഡബിൾ സ്ലിറ്റ്, പിന്നെ n സ്ലിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കിയാൽ മതി. മിനിമത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് n × a + b sin θ = m ലാംഡയാണ്. മാക്സിമം വരാനുള്ള കണ്ടീഷനോ a + b sin θ = n ലാംഡ അല്ലേ. അപ്പോൾ ഇവിടെ അഡീഷണലായിട്ട് വന്നത് n ആണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന വ്യത്യാസം ഇങ്ങനെയാണ്. n ക്യാൻ ടേക്ക്, അപ്പോൾ ഇത് മിനിമത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് n × a + b sin θ = m ലാംഡ. ഇവിടെ n-ന് ഇൻറ്റീജർ വാല്യൂ, അതെ m-ന് m-ൻ്റെ വാല്യൂ സം ഇൻറ്റീജർ ടൈംസ് n ആണെങ്കിൽ, ഓക്കെ ഒന്നുകൂടെ പറയാം, m-ൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു സം ഇൻറ്റീജർ. ഓക്കെ, ഒരു ഇൻറ്റീജറാണ് n എന്ന് വിളിച്ചോ. n ടൈംസ് n എന്ന് വന്നു കഴിഞ്ഞാൽ എന്തായിപ്പോവും? ഈ കണ്ടീഷൻ ഇതായിപ്പോവും, മാക്സിമത്തിൻ്റെ കണ്ടീഷൻ ആയിപ്പോവും. a + b sin θ = n ലാംഡ എന്ന കണ്ടീഷൻ ആയിപ്പോവും അല്ലേ. അപ്പോൾ അത് നമുക്ക് പറ്റില്ല, അത് മാക്സിമം ആണ്. അപ്പോൾ മിനിമം വരണമെങ്കിൽ ചില വാല്യൂസ് m-ന് അലൗഡ് അല്ല. ഏതൊക്കെ വാല്യൂസ് അലൗഡ് അല്ലായിരിക്കും? 0 വരാൻ പാടില്ല. 0 വന്നു കഴിഞ്ഞാൽ a + b sin θ = 0, അത് സെൻട്രൽ മാക്സിമത്തിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് മിനിമമാണ്. അപ്പോൾ 0 വരാൻ പാടില്ല. m cannot be 0. 1 വരാൻ പറ്റും? 1, 2, 3 ഒക്കെ വരാം. 1, 2, 3 അങ്ങനെ ഇൻറ്റീജർ വാല്യൂ n വരെ എത്തിയെന്ന് വിചാരിച്ചു. n വാല്യൂ ആയിക്കഴിഞ്ഞാൽ ഇതെന്തായിപ്പോൾ? a + b sin θ = ലാംഡ എന്നായിപ്പോൾ. അത് ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമത്തിൻ്റെ കണ്ടീഷനാണ്. സോ m cannot be equal to n. അപ്പോൾ n വരാൻ പറ്റില്ല. അപ്പോൾ n - 1 വരെ വന്നിട്ട് n വരാൻ പറ്റില്ല. പിന്നെ അടുത്ത വാല്യൂ n + 1, n + 2 ആ രീതിയിൽ പോവും. പിന്നെ അതേപോലെ 2n എത്തുമ്പം ഇതേപോലെ എന്തായിപ്പോവും? മാക്സിമത്തിൻ്റെ കണ്ടീഷനാവും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഈ മിനിമത്തിൻ്റെ കണ്ടീഷനാണിത്. n × a + b sin θ = m ലാംഡ. m എന്ന് പറയുന്നത് ഇൻറ്റീജറാണ്. n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സ്ലിറ്റ്സ് ആണ്. ഗ്രേറ്റിങ്ങിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്ലിറ്റ്സ് ആണ് n. അപ്പോൾ m ഇൻറ്റീജറാണ്. അപ്പോൾ സാധാരണ ഇൻറ്റീജർ എന്ന് വെച്ചാൽ നമ്മൾ ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ പക്ഷേ m-ന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചില വാല്യൂസ് മാത്രമേ പെർമിസിബിൾ ആയിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ മാക്സിമത്തിൻ്റെ കണ്ടീഷൻ വന്നിരിക്കുന്നത് a + b sin θ = n ലാംഡ അല്ലേ. മാക്സിമം വരുന്നിടത്ത് മിനിമം രണ്ടും കൂടെ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ലല്ലേ. ഏതെങ്കിലും ഒന്നല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇക്വേഷനിൽ m-ന് വാല്യൂ ഇട്ട് കൊടുത്ത് ഇതേപോലെ ആവുന്നുവെങ്കിൽ ആ വാല്യൂ ഓഫ് m നോട്ട് അലൗഡ്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? 0 വിട്ടാൽ ഇതുപോലെയാവും. അപ്പോൾ അത് പറ്റില്ല. 1, 2, 3 ഒക്കെ പറ്റും. പിന്നെ 1, 2, 3, 4, 5 അങ്ങനെ വന്നിട്ട് n-ൻ്റെ വാല്യൂ m = n വന്നെന്ന് വിചാരിച്ചു. n വന്നാൽ ഇത് ഇതുപോലെയാവും മാക്സിമത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ n അലൗഡ് അല്ല. അതാണ് n അലൗഡ് അല്ല. പിന്നെ വന്നിട്ട് n + 1, n + 2 അങ്ങനെ പോയിട്ട് 2n വരുമ്പോഴും ഇത് മാക്സിമത്തിൻ്റെ കണ്ടീഷനാവും. അപ്പോൾ അതും അലൗഡ് അല്ല. അപ്പോൾ അങ്ങനെ n ഒക്കെ വരുമ്പോഴാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ വാല്യൂ നോക്കിയാൽ തന്നെ അറിയാം. ഇത് ഈ 0 കറസ്പോണ്ട്സ് ടു പ്രിൻസിപ്പൽ മാക്സിമം, സെൻട്രൽ മാക്സിമത്തിനടുത്തുള്ള ആദ്യത്തെ മിനിമം, രണ്ടാമത്തെ മിനിമം, മൂന്നാമത്തെ മിനിമം, അങ്ങനെ n - 1 മിനിമം വരെ വരും. അത് കഴിഞ്ഞ് n വാല്യൂ വരേണ്ടടുത്ത് എന്തായിപ്പോയി? മാക്സിമമായി. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമം. അതേപോലെ അടുത്ത n + 1 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമത്തിന് തൊട്ടടുത്തുള്ള മിനിമമാണ്. ഓക്കെ, പിന്നെ n + 2 അങ്ങനെ 2n വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് പ്രിൻസിപ്പൽ മാക്സിമം 2n. പിന്നെ 2n + 1 എന്ന് പറയുന്നത് എന്താണ്? മിനിമം ആയിരിക്കും. അത് 2n എന്താണ്? സെക്കൻഡ് പ്രിൻസിപ്പൽ മാക്സിമത്തിന് തൊട്ടടുത്ത് വരുന്ന മിനിമമാണ് 2n + 1. ആ രീതിയിൽ നമ്മൾ നോക്കി പോകുമ്പം n വരുമ്പോഴാണ് എന്ത് കിട്ടുക? nth പ്രിൻസിപ്പൽ മാക്സിമം വരുന്നത്. അപ്പോൾ അതിനടുത്തുള്ള മിനിമം എത്രയായിരിക്കും? n + 1 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, എനിക്ക് വേണ്ടുന്നത് എത്രാമത്തെ മിനിമം ആണെന്ന് എനിക്ക് അറിയണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണ്ടീഷൻ, ഈ നമ്മുടെ കണ്ടീഷൻ ഉണ്ടല്ലോ, ഈ കണ്ടീഷൻ ഇതിൽ m-ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. എന്നാലല്ലേ ഈ കണ്ടീഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് മാക്സിമത്തിൻ്റെ കണ്ടീഷനും നമ്മൾ എഴുതി വെച്ചു. λ1-ൻ്റെയും λ2-ൻ്റെയും മാക്സിമത്തിൻ്റെ കണ്ടീഷൻ എഴുതി വെച്ചു. അപ്പോൾ എപ്പോഴാണ് ജസ്റ്റ് റിസോൾവ്? λ2 മാക്സിമം തരുന്ന പോയിന്റിൽ λ1-ൻ്റെ മിനിമം വരണം അല്ലേ.
അപ്പോൾ ലാംഡ ടുവിൻ്റെ എന്ത് പ്രിൻസിപ്പൽ മാക്സിമം വരുന്ന പോയിന്റിൽ ലാംഡ ടുവിൻ്റെ എന്ത് പ്രിൻസിപ്പൽ മാക്സിമത്തിന് തൊട്ടടുത്തുള്ള മിനിമമാണ് വരേണ്ടുന്നത്. ഇപ്പോൾ റാലി ക്രൈറ്റീരിയൻ പറയുന്നത് ലാംഡ ടുവിൻ്റെ മാക്സിമം വരുന്ന പോയിൻ്റ് P2. അപ്പോൾ ആ പോയിൻറ്റിൻ്റെ കണ്ടീഷനാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ പോയിൻറ്റിൽ ആര് വരണമെന്നാണ് പറഞ്ഞത്? ലാംഡ വണ്ണിൻ്റെ മിനിമം വരണം. മിനിമത്തിൻ്റെ കണ്ടീഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ലാംഡ ടുവിൻ്റെ മാക്സിമത്തിൻ്റെ കണ്ടീഷനും ഇത് ലാംഡ വണ്ണിൻ്റെ മിനിമത്തിൻ്റെ കണ്ടീഷനും അല്ലേ? ഇത് രണ്ടും ഒരു പോയിന്റിൽ കിട്ടുമ്പോൾ, അതുകൊണ്ടാണ് ആ ഒരു പോയിൻ്റ് ആരെ തീരുമാനിക്കുന്നത്? ഈ തീറ്റ പ്ലസ് ഡി തീറ്റ അല്ലേ? തീറ്റ പ്ലസ് ഡി തീറ്റയാണ് ഈ പോയിന്റിനെ, സ്ക്രീനിലെ ഏത് പോയിൻ്റാണെന്ന് തീരുമാനിക്കുന്നത് ഈ ആംഗിളാണ്. എത്ര ചരിഞ്ഞ് വരുന്ന പോയിൻ്റ് അല്ലേ? ഇങ്ങനെ തീറ്റ ഡിഫൈൻ ചെയ്താൽ ഏത് പോയിൻ്റ് എന്നായി. അപ്പോൾ ഈ പോയിന്റിൽ തീറ്റ പ്ലസ് ഡി തീറ്റ വരുന്ന പോയിന്റിലാണ് എന്ത് വന്നിരിക്കുന്നത്? ലാംഡ ടുവിൻ്റെ എന്ത് മാക്സിമവും ലാംഡ വണ്ണിൻ്റെ എന്ത് മാക്സിമത്തിന് തൊട്ടടുത്തുള്ള മിനിമം, അതിനെയാണ് എന്ത് കൊടുക്കുന്നത്? എം വാല്യൂ എന്ത് കൊടുക്കണം? n+1. ആ വാല്യൂ പറഞ്ഞതാണ് നേരത്തെ. ഈ എമ്മിന് ഏതൊക്കെ വാല്യൂ പറയാം? എന്നിട്ട് m n വന്നു കഴിഞ്ഞാൽ സ്മോൾ n ഇൻറ്റു ക്യാപിറ്റൽ N വന്നു കഴിഞ്ഞാൽ അത് മിനിമത്തിൻ്റെ കണ്ടീഷൻ അല്ല, സ്മോൾ എന്ത് മാക്സിമം ആകും. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള വാല്യൂ ആണ് മിനിമത്തിൻ്റെ വാല്യൂ തരുന്നത്. അതെന്ന് പറയുന്നത് സ്മോൾ n ഇൻറ്റു ക്യാപിറ്റൽ N+1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? a+b സൈൻ തീറ്റ രണ്ടിടത്തും ഒരുപോലെ ഉണ്ട് അല്ലേ? ഞാനൊരു കളർ ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ കാണിക്കാം. a+b സൈൻ തീറ്റ ഇവിടെയുണ്ട്, ഇവിടെയും a+b സൈൻ തീറ്റ ഉണ്ട്. അഡീഷണലായിട്ടൊരു n ഉണ്ട്. ഒരുപോലെ ആക്കാൻ വേണ്ടി ഇവിടെ കൂടെ ഒരു n ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷനിൽ നിന്ന് n ലാംഡ 2 n+1 ലാംഡ 1 എന്ന് കിട്ടും. ഓക്കെ, എല്ലാം ബാക്കിയെല്ലാം കളഞ്ഞാൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? n ലാംഡ 2 n ലാംഡ 2 nn+1 ലാംഡ 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ലാംഡ 1നെ ലാംഡ എന്നും ലാംഡ 2നെ ലാംഡ പ്ലസ് ഡി ലാംഡ എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എഴുതുമ്പോൾ എന്ത് കിട്ടും? n ലാംഡ 2നെ ലാംഡ പ്ലസ് ഡി ലാംഡ എന്നും ലാംഡ 1നെ ലാംഡ എന്നും എഴുതുകയാണ്. അപ്പോൾ n+1 ലാംഡ. ഓക്കെ, ഇനി ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു n ലാംഡ കിടപ്പുണ്ട്. ഈ വശത്തും n ലാംഡ വരും, അത് രണ്ടും ക്യാൻസലാവും. ബാക്കി എന്തൊക്കെ വരുമെന്ന് പറയാമോ? ജസ്റ്റ് നോക്കുക എന്തൊക്കെ വരും. n d ലാംഡ ഈക്വൽ ടു ലാംഡ. അപ്പോൾ എന്ത് കിട്ടി? ലാംഡ ബൈ ഡി ലാംഡ. നമ്മുടെ റിസോൾവിങ് പവർ എന്തെന്ന് കിട്ടും? n എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേറ്റിങ്ങിൻ്റെ റിസോൾവിങ് പവർ.